ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വീട്ടിലുണ്ടാക്കാൻ പോണത് നല്ല നാടൻ ചിക്കൻ വരട്ടിയതാണ് കേട്ടോ. അതിനായി നമ്മൾ ഫസ്റ്റിൽ തന്നെ എടുത്തിട്ടുള്ളത് ചെറിയ ഓണിയൻ, അതായത് വെങ്കായം, ചെറിയ ഉള്ളി എന്നൊക്കെ പറയും. അത് നമ്മൾ ആദ്യം അതാണ് ഇതിൽ നമ്മൾ കൂട്ടുന്നത്. മറ്റേ വലിയ ഓണിയൻ നമ്മൾ എടുക്കണില്ല കേട്ടോ. അപ്പോൾ ചെറിയ ഓണിയനാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നന്നായി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, അത് നമ്മൾ വേപ്പില, മല്ലിയില അതെല്ലാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്, ഗരം മസാല എല്ലാം ഇതിൽ ചേർക്കാം. അങ്ങനെ നമ്മൾ ഓണിയൻ എല്ലാം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലാണ് നമ്മളിത് മേക്ക് ചെയ്യണത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സൺഫ്ലവറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷമാണ് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഓണിയൻ ഇട്ട് കൊടുക്കുകയാണ്. ഓണിയൻ, അതേപോലെ ഇഞ്ചി, ഓണിയൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിയും കൂടെ ഒന്നിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. ഓണിയനും ഇഞ്ചിയും നന്നായിട്ട് കുറച്ച് സാൾട്ടും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യണത്. അങ്ങനെ നമ്മൾ ഈ ഓണിയൻ നന്നായി വഴറ്റി ഒരു ബ്രൗൺ കളറാകുമ്പോൾ, ഒരു ബ്രൗൺ കളറോടടുത്ത് ഏകദേശം ആയി കിട്ടണം കേട്ടോ. ആ സമയത്ത് നമ്മളിതിലേക്ക് ഗ്രീൻ ചില്ലിയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഗ്രീൻ ചില്ലിയും കൂടെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ അനുസരിച്ചാണ് കേട്ടോ നമ്മൾ സാധനങ്ങളെല്ലാം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2 തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ തക്കാളിയും കൂടി ഒന്ന് വഴറ്റി സെറ്റായി വരുന്ന സമയത്ത് നമ്മളിതിക്ക് കഴുകി വെച്ച ചിക്കനാണിത്. കഴുകി വെച്ച ചിക്കൻ ഇതൊരു 1/2 kg ആണ് കേട്ടോ. 1/2 kg ചിക്കനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ ഓണിയനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അത് നന്നായി വഴറ്റിയെടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മളിതിക്ക് ഫസ്റ്റ് നമ്മൾ മല്ലിയാണ് ഇട്ടിട്ടുള്ളത്. മല്ലി നമ്മൾ വറുത്ത് പൊടിച്ച മല്ലിയാണ് കേട്ടോ. മല്ലിയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലിയും ചേർത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ചേർത്തതിന് ശേഷം നമ്മളിതിക്ക് അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ മസാലയെല്ലാം ചേർത്തതിന് ശേഷം പിന്നെ ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. നന്നായി എല്ലാം കൂടെ ഒന്നിച്ച് ഇളക്കി നമ്മളിതിൽ സാൾട്ടും കൂടെ ചേർക്കണം കേട്ടോ. നമ്മൾ ഓണിയനിൽ കുറച്ച് സാൾട്ടേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഉപ്പ് നമ്മൾ ഇതിൽ ചേർക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ മൂടിയൊന്നും വെക്കണില്ല. നമ്മളിതിൽ കൂടുതൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നിൽക്കണം കേട്ടോ. ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ ഏകദേശം ഇതെല്ലാം മിക്സായി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളെ ചിക്കൻ കറി ഏകദേശം ആയി തുടങ്ങിയിട്ടാ.